അതൊരു ആരാധന വസ്തുവല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ആരാധന വസ്തുവല്ല, ഓക്കെ ശരി. പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ? അത് ഞാൻ അറിയില്ല. മറുപടി കൃത്യമായ മറുപടി തങ്ങൾ. എനിക്ക് സ്നേഹമുണ്ട്. നിങ്ങളൊരു കാര്യം എനിക്ക് പറയാം. ഞാൻ പറയട്ടെ, തങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന, എനിക്ക് നന്നായിട്ടറിയാം. തങ്ങളൊരു പാവമാണ്, നിഷ്കളങ്കന. പക്ഷെ വേറെ കാര്യമുണ്ട്, തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത്. വളരെ സ്നേഹത്തെ ഹൃദയത്തിനനുസരിച്ച് പറയാം, അത് കച്ചവടമാക്കരുത്. താങ്കൾ ജനങ്ങൾക്ക് സ്വയം ഈ കൊടിമരത്തിന്റെ താഴെയൊക്കെ പൈസ കൊണ്ടിടുന്നത് എന്ത് പുണ്യമാണ് ഈ ഒരു ഇപ്പൊ എല്ലാവരും ഫേസ്ബുക്ക് ലൈവാണ്. പിന്നെ അത് പ്രാർത്ഥനാ സമ്മേളനമായി, പിന്നെ അത് ആത്മീയ തട്ടിപ്പായി മാറി. നമ്മൾ നിർത്തി കൈയ്യഴുകി. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. എനിക്ക് ഇല്ലെങ്കിൽ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ വെടിച്ചവനെ ഒന്ന് നിലവിളിക്കാൻ ആത്മാർത്ഥമായിട്ട് കഴിയില്ല. അതുകൊണ്ട് ആ പരിപാടി നമ്മളാണ് നിർത്തുന്നത്. ഇപ്പൊ ലക്ഷങ്ങൾ കൂടുന്ന പരിപാടി ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. ഇത് ലൈവ് പോകുന്നോണ്ടുള്ള പേടിയൊന്നുമില്ല. ഞാൻ പറയാം, എന്താണ് പെണ്ണുങ്ങൾക്ക് ഒരു അന്തമില്ലാതെ പോയത്? എന്താണ് ബസ് വിളിച്ച് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാരെ അടിച്ച് കയറുകയാണ്. ഞാൻ അങ്ങനെ സദസ്സിൽ പോണ്ടെന്നല്ല പറയണത്. പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയില്ലാതെ പണത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ദുആ സമ്മേളനങ്ങള് നിർത്തണമേ ഉമ്മത്ത്. പണത്തിന് വേണ്ടിയുള്ള ദുആ സമ്മേളനങ്ങൾ നിർത്തണം. പിരിവ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. പിരിവ് വേണം. ഇപ്പൊ ഇവിടെ പരിപാടി നടക്കുമ്പോൾ പിരിവ് വേണ്ടി വരില്ലേ? പിരിവ് മാത്രം ലക്ഷ്യമാക്കിയിട്ട് പരിപാടി വരും. നിസ്കരിക്കില്ല. ഗീബത്തും നമീമത്തിനും ഒരു കുറവുമില്ല. നിങ്ങൾ മജ്‌ലിസുൻ നൂറിനും ദുആ സമ്മേളനത്തിനും മാത്രം ഇങ്ങനെ ഓടിക്കൂടിയാ മതി, സ്വർഗം അങ്ങോട്ട് തുറന്നു കിട്ടും. അന്യവനെ കുറ്റം പറയുന്നതിൽ ഒരു കുറവുമില്ല ഈ ഉമ്മത്തിന്. ഉള്ളത് പറഞ്ഞാൽ ഗീബത്താണ്, ഇല്ലാത്തത് പറഞ്ഞാൽ കളവാണ്. 5 നേരം നിസ്കരിക്കുക, ഗീബത്ത് പറയും അല്ലേ? പരിപാടി വെക്കുക, നിസ്കരിക്കാതിരിക്കുക, നടക്കൂല. ഒരു കാര്യമില്ല പരിപാടി. അപ്പൊ അങ്ങനത്തെ തട്ടിപ്പുകളൊക്കെ ലൈവ് പരിപാടി നടക്കുക. ഇവിടെ വെള്ളം വെക്കുക, എന്നിട്ട് ഊതുക, വീട്ടില് ഫലം കിട്ടുക. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ തട്ടിപ്പാണെന്ന് ആരും കരുതണ്ട. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെയും മശായിഖന്മാരുടെയും മാർഗമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അത് തട്ടിപ്പല്ല. സോഷ്യൽ മീഡിയയിലൂടെ തട്ടിപ്പിലൂടെ ആളുകളുടെ പണം കവരാൻ വേണ്ടി മാത്രം പരിപാടി നടത്തുന്നത് ശരിയല്ല. ഇതെന്റെ വ്യക്തിപരമായ നിലപാടാണ്, മർഹബയുടെ നിലപാടല്ല. ഇതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പുണ്ടായി, ഖുർആൻ ഓതുമ്പോ തെറ്റി ഓതുക. ഖുർആൻ തെറ്റിയിട്ട് ഓതാനുള്ള ഗ്രന്ഥാണോ? ഫാത്തിഹ പോലും നേരായി ഓതാൻ അറിയാത്ത ആൾ എങ്ങനെയാണ് ആത്മീയ നേതാവുക? എനിക്ക് മനസ്സിലാവാനില്ല. ഭയങ്കര ആൾക്കാരാണ് ഹബീബിങ്ങളെ. അപ്പൊ നമ്മളാ ഡിലീറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ പറഞ്ഞൊക്കെ ഡിലീറ്റ് ചെയ്തോളൂ. നമുക്ക് അങ്ങനെ പോവാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യ കൗമാരത്ത്, ടീനേജ് കാലത്ത് അല്ലെ, 13, 14, 15, 16, 17, 18, 19 ഈ ടീൻ എന്ന് പറഞ്ഞ ടീൻ ഏജ് കാലത്ത് ഹബീബായ പ്രവാചകരുടെ നിഴലായി നടന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടെ നിന്നങ്ങോട്ട് നുബുവത്തിന് ശേഷവും മുമ്പും എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പം നടന്നയാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ സമയത്തും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ജനാസക്ക് മുന്നിൽ ഹബീബായ പ്രവാചകരുടെ മുഖത്തേക്ക് നോക്കി നിന്നപ്പോ എന്തൊക്കെ സംഭവങ്ങളാണ് മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവുക. 61 കൊല്ലക്കാലത്തെ വേദനാ നിർഭരമായ യാത്ര. ഗുഹായുടെ ഉള്ളിൽ പാമ്പ് കൊത്താൻ വന്നപ്പോൾ കണ്ണുനീരോടെ പ്രവാചകനെ രക്ഷിച്ച ഓർമ്മ അല്ലേ? പലായനത്തിന്റെ വേളയിൽ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ ഊരിപ്പിടിച്ച വാൾത്തല കാണുമ്പോൾ യാ റസൂലല്ലാഹ്, ശത്രു ഇതാ അടുത്തെന്ന് പറയുമ്പോൾ നിലാവ് പോലെ പുഞ്ചിരിച്ച് സിദ്ദീഖ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു കൂടെയുണ്ട് മോനെ, പേടിക്കണ്ടെന്ന് പറഞ്ഞ നിമിഷം. ഇങ്ങനെ എത്ര ചരിത്ര ഓർമ്മകൾ.
ഹബീബായ പ്രവാചകരുടെ നെറ്റിത്തടത്തേക്ക് ചുംബിച്ചിട്ട് സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഇന്നാ ലില്ലാഹി അല്ലാഹുൽ മുസ്തആൻ നഈശു ബിഹാലില്ലാഹ് അല്ലാഹുൽ മുസ്തആൻ نتقبل بها أقدار الله. പൊട്ടിക്കരഞ്ഞു സിദ്ദീഖ്. എന്നിട്ടൊരു വാക്ക് കൂടി പറഞ്ഞു, വമാ അത്യബക ഹയ്യാ വമാ അത്യബക മൈതാ. അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധമാണ് നബിയേ, അങ്ങ് മരിച്ചപ്പോഴും സുഗന്ധമാണ് നബിയേ. ആയിഷാ ബീവിയുടെ വീട്ടിലെ സുഗന്ധ പരിമളമാണ്, അവിടെ സുഗന്ധ പരിമളമാണ്. സ്വർഗത്തിലെ കസ്തൂരിയുടെ സുഗന്ധമാണ് നബിയേ. അങ്ങേക്കിനി ഒരു മരണമില്ല നബിയേ എന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങൾ പുറത്തിറങ്ങുകയാണ്. പ്രണയമേ പ്രണയമേ അനുരാഗമേ, സ്നേഹമാണത്. ഈ സിദ്ദീഖ് തങ്ങളുള്ള സ്വർഗത്തിലേക്ക് പോകാനാ ഞാനും നിങ്ങളും പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മളെവിടെ നബിയെ സ്നേഹിച്ചത്? അങ്ങനെ സ്നേഹിച്ചയാളെ കാണാൻ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് വരും. ഒരു 5 മിനിറ്റ് ലൈവ് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഹബീബിങ്ങളെ, നമ്മള് നാട്ടിലൊക്കെ ചിലർ പറയാറുണ്ട്, പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ് എന്ന് പറയാറുണ്ട്. നോട്ട് ദ പോയിന്റ്. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ് എന്ന് ചില ആളുകൾ പ്രസംഗിക്കാറുണ്ട്. ഞാൻ ആ തർക്കങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്കങ്ങനെ തർക്കങ്ങൾ ഇഷ്ടമില്ല. ആരെങ്കിലും കുറ്റപ്പെടുന്ന ഒരു ശൈലി എൻ്റെ അടുത്തില്ല. നേരത്തെ ഞാൻ ആത്മീയ തട്ടിപ്പിനെ പറഞ്ഞത് പേഴ്സണലി ആരെയും ഹരാസ് ചെയ്തതല്ല, നമ്മുടെ സമൂഹത്തിന്റെ ഒരു നിലപാടിനെ കുറിച്ച് പറഞ്ഞതാണ്. അല്ലെങ്കിൽ പേരെടുത്ത് പറയല്ലോ. ഹബീബിങ്ങളെ, നമ്മുടെ നാട്ടിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയുന്നത് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ പിൻപറ്റലാണ്, അല്ല നിങ്ങൾ നബിദിനം നടത്തലല്ല, മൗലൂദ് ഓതല്ല എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, റസൂലുള്ളാന്റെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ആൾക്കാർ മദീനത്തെ പള്ളിയിൽ ഉണ്ടായിരുന്നു. റസൂൽ എങ്ങനെയാണ് സുജൂദ് ചെയ്തത്, എങ്ങനെയാണ് റുക്കൂ ചെയ്തത്, വളരെ പെർഫെക്ഷനോടെ ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ ഖൽബിൽ റസൂലുള്ളാഹിനോട് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വഹും മുനാഫിഖൂൻ എന്നാണ്, കപട വിശ്വാസികൾ എന്നാണ്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞ് ചിരിക്കാൻ പറ്റും, പക്ഷേ മനസ്സിൽ ഉണ്ടാകുമ്പോഴേ അത് യാഥാർത്ഥ്യമാവുള്ളൂ. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ? നിങ്ങളെ പറയൂ, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ? ഈ ചെറിയ കുട്ടികൾ പറയണ്ട, വലിയ ആൾക്കാർ പറയാം, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ? ഒന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് കൈ വന്നിച്ചാണ് കാണട്ടെ. താത്തരുത് കേട്ടോ, പൊന്തിച്ചു പിടി. ആ പൊന്തിച്ച ആളുകളൊക്കെ അവരുടെ മൊബൈൽ ഫോണുകൾ കൊണ്ടുവരും. മൊബൈൽ ഫോൺ ഞാൻ നോക്കാനല്ലട്ടാ, ആ മൊബൈൽ ഫോൺ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. സിമ്മ് നിങ്ങൾക്ക് എടുക്കാം, ഭാഗ്യം കൊണ്ടാകും. ഇനി ആരാണ് വരുന്നത്? കൊണ്ടുവരൂ. എന്താ വന്നാൾ അവിടെ തന്നെ നിന്നത്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഈ മൊബൈൽ കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. എന്റെ പ്രഭാഷണ ജീവിത ചരിത്രത്തിൽ ഞാൻ ഇങ്ങനെ എവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ, അവിടെയൊന്നും ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്നിട്ടില്ല. ഇതാ കായംകുളത്ത് 8 ആളുകൾ എഴുന്നേറ്റ് വന്നിരിക്കും. വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. കൊണ്ടുപോയി. എന്താണ് നിങ്ങളുടെ പേര്? കുഞ്ഞു കൊച്ചു. നിങ്ങളുടെ പേരെന്താ? നവാസ്. അതെ, ഉമ്മർ. ഒരാളോട് വന്നല്ലോ അവിടെ താഴെ. ആ ലൈവ് കൊടുക്കുന്ന ആളുടെ പേരെന്താ? അമീന്. നിങ്ങളുടെ പേരെന്താ? അൻസാരി. അബ്ദുൽ സത്തർ. വേണ്ട. താങ്ക് യു.
ഇനി ഞാൻ എവിടെ പ്രസംഗിക്കുന്നില്ല കായംകുളത്തമായി എന്ന് പറയും. മൂപ്പര് വെറുതെ അല്ല ആദ്യമായി ചാടിയത്. കുഞ്ഞുണ്ണി സാഹിബ 7 കൊല്ലം മദീനത്തുണ്ടായ ആളാണ്. മാഷാ അല്ലാഹ്. ഞാൻ തമാശക്ക് പറയില്ല, ഒരാള് പോലും എഴുന്നേറ്റ് വരാറില്ല. കാരണം മൊബൈൽ ഫോൺ അങ്ങോട്ട് പോവല്ലേ, നിങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞിട്ട. പക്ഷെ കൈ പൊന്തിച്ചിട്ട് മൊബൈൽ കൊണ്ടുവരാത്ത കുറെ മഹാന്മാരവിടെ ഇരിക്കുന്നുണ്ട്. അവരോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, നോക്കൂ, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് നമ്മളെല്ലാം കൊടുക്കും എന്നൊക്കെ പറയും. ഇപ്പൊ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മൊബൈൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ. വൈ? വാട്ട് ഇസ് ദ റീസൺ? എന്തായിരുന്നു കാരണം? എന്താണ് കാരണം? ഇതന്നെയാണ് പ്രവാചകനോടുള്ള നമ്മുടെ സ്നേഹം. നാട്ടുകാരോടും നമ്മുടെ കൂട്ടുകാരന്മാരോടും ഒക്കെ, ഭാര്യയോടും ഭർത്താവിനോടൊക്കെ നമ്മുടെ സ്നേഹം എത്രയേ ഉള്ളൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ കൊടുക്കൂല. ഞാനിത് ഒരു പരീക്ഷണത്തിന് വേണ്ടി പറയാം. നമ്മൾ റസൂലുള്ളാഹിനോട് സ്നേഹം എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി ചോദിച്ചൊരു കാര്യം കൊടുക്കാൻ നമുക്ക് പറ്റും? ഇല്ല. എന്നാ കേട്ടോളെ. മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചിട്ട് പോലും മനസ്സിൽ സ്നേഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ അമല് ചെയ്യുക, പ്രവാചകനെ ഇഞ്ചോടിഞ്ച് പിൻപറ്റിയിട്ട് കാര്യമില്ല. മനസ്സിൽ പ്രണയമില്ലാതെ, ഇഷ്ടില്ലാതെ അമലൊന്നും കബൂൽ ചെയ്യില്ല. നോക്കൂ, മദീനത്തെ പള്ളിയിൽ എല്ലാ സുബഹി നിസ്കാരവും കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരാളെ കണ്ടു. മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഇതേതോ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടാകും. ഞാനതിന്റെ 2ാം പാർട്ടാണ് പറയുന്നത്. 1ാം പാർട്ട് നിങ്ങൾ കേട്ടതാവും. അബൂ ദുജാന റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോണ് കണ്ടു. റസൂലുള്ളാഹി വരാൻ പറഞ്ഞു. വന്നിട്ട് ചോദിച്ചു, എന്തേ നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നത്? ദുആ ചെയ്യാനില്ലേ? അപ്പൊ പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ വീട്ടിലേക്ക് ഓടിപ്പോകാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. കാരണം എന്താണെന്നറിയോ? എന്റെ വീടിന്റെ സമീപത്ത് നിന്ന് ഒരു ഈത്തപ്പന മരം എന്റെ വീട്ടിലേക്ക് അയൽവാസിയുടെ ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്. കാറ്റ് വീശുന്ന നാളല്ല നബിയേ, രാത്രി രാക്കാറ്റ് വീശുമ്പോ പഴം വീഴുന്നുണ്ട് നബിയേ. എന്റെ വീട്ടിൽ പട്ടിണിയാണ് നബിയേ. 2-3 ദിവസമാണ് പട്ടിണിയാണ് നബിയേ. നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ ഹബീബേ? അങ്ങനത്തെ പട്ടിണിയൊക്കെ മദീനത്തുണ്ടായിട്ടുണ്ട്. റസൂലേ, ഞാൻ മിനിഞ്ഞാന്ന് വീട്ടിലേക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് ചെന്നപ്പോ എന്റെ മക്കള് മുറ്റത്ത് വീണ ഈത്തപ്പഴം എടുത്ത് കഴിക്കുന്നു നബിയേ. എനിക്ക് ദേഷ്യം വന്നു. റസൂലേ, അന്യവന്റെ ഹക്കാണ്, അയൽവാസിയുടെ മുതലാണ്, നമ്മുടെ മുറ്റത്ത് വീണതാണ്. അകലെന്നേ വിളിച്ചു പറഞ്ഞു, കഴിക്കല്ല മക്കളെ, തൊട്ടുപോകല്ല മക്കളെ, ഹക്കാണ് മക്കളെ, ഹറാമാണ് മക്കളെ, കഴിക്കല്ലേ എന്ന് പറഞ്ഞപ്പോഴ് എന്റെ മൂത്ത മകൻ നിലത്തേക്ക് ഇട്ടു നബിയേ. എന്റെ കൊച്ചുകുട്ടി അവൻ വായിൽ വെച്ച് കടിക്കുകയാണ് നബിയേ. എനിക്ക് ദേഷ്യം വന്നു നബിയേ. ഞാൻ അവന്റെ വായിലേക്ക് എന്റെ പരുപരുത്ത കയ്യിൽ കടത്തിയിട്ട് അവന്റെ പാൽപ്പല്ലുകളിൽ പതിഞ്ഞിരിക്കുന്ന ഈത്തപ്പഴം വലിച്ചു പുറത്തേക്ക് ഇട്ടു നബിയേ. എന്നിട്ട് പെറുക്കിയെടുത്ത അയൽവാസിയുടെ വളപ്പിലിട്ട് കൊടുത്തു നബിയേ. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നബിയേ. എന്റെ മക്കൾ വാവിട്ട് കരഞ്ഞു നബിയേ. അതുകൊണ്ട് ഞാൻ സുബഹി കഴിഞ്ഞ് ഓടുകയാണ്. മക്കൾ ഉണരുന്നതിന്റെ മുമ്പേ ഇത് പെറുക്കിയിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഗൗരവം അറിയാതെ ഹറാമ് കഴിക്കും നബിയേ. അതാണ് നിസ്കാരം കഴിഞ്ഞ് ദുആക്കിരിക്കാത്തതെന്ന് പറഞ്ഞപ്പോ ഇനി 2ാം പാർട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് വിളിപ്പിച്ചു. ആരെ? അയൽവാസിയായ പണക്കാരനെ വിളിപ്പിച്ചു. നോക്കണേ, അയാൾ അന്ന് മുസ്ലിമാണ്. ആര്? പണക്കാരനായ അയൽവാസി. ജൂതൻ എന്നൊക്കെ പ്രസംഗത്ത് കേട്ടത് അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ്. അയൽവാസിയായ പണക്കാരനായ പനക്കാരൻ അന്ന് മുസ്ലിമാണ്. അയാളെ വിളിപ്പിച്ചു. എന്തേ നബിയേ? റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങളുടെ അയൽപ്പക്കത്താണോ അബൂ ദുജാന കഴിയുന്നത്? അതേ നബിയേ. അബൂ ദുജാന പാവമാണോ? അതേ നബിയേ. അബൂ ദുജാനക്ക് 2 മക്കളുണ്ടോ? ഉണ്ട് നബിയേ. ദാരിദ്ര്യത്തിലാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അറിയാം നബിയേ. നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു ഈന്തപ്പന അയാളുടെ വീട്ടിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നുണ്ടോ? ഉണ്ട് നബിയേ. ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എങ്കിലാ പന, ആ ഈത്തപ്പന അബൂ ദുജാനക്ക് നിങ്ങൾ ഹദിയ കൊടുക്കണേ, വെറുതെ കൊടുക്കണേ. നാളെ സ്വർഗത്തിൽ ഒരു ഈന്തമരം
നിങ്ങൾക്ക് ലഭിക്കാൻ ഞാൻ അല്ലാഹുവോട് ശുപാർശ ചെയ്യാമെന്ന് ഹബീബായ പ്രവാചകരുടെ വാഗ്ദാനമാണ്. നൂറാനിയത്തിന്റെ നാവിൽ മുമ്പിൽ നിന്ന് പെയ്തിറങ്ങിയ വചനപ്രസാദമാണത്. ഹബീബിങ്ങളെ ഹബീബിങ്ങളെ ഹബീബിങ്ങളെ, ആ വന്ന മനുഷ്യൻ പറഞ്ഞു, ഇല്ല നബിയേ, ഞാനത് കൊടുക്കൂല്ല നബിയേ. കാരണം എന്താണ്? അത് നല്ല പഴമുണ്ടാകുന്ന പനയാണ്, അത് കൊടുക്കൂല്ല നബിയെ. ആലോചിച്ചു നോക്കണേ, ബഷീറല്ല പറഞ്ഞത്, അള്ളാന്റെ റസൂലാണ് പറഞ്ഞത്. മൊബൈൽ തരുമോ എന്ന് ചോദിച്ചപ്പോ ആദ്യം ചാടി എഴുന്നേറ്റ് വന്ന 8 പേരെ നിങ്ങളുടെ മനസ്സിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കിയത്? സിമ്മ് നിങ്ങൾ ഊരിയെടുത്തോളൂ, ഇത് ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴും ധൈര്യപൂർവ്വം സ്റ്റേജിലേക്ക് വന്നവരെ, ഒരു 20,000 വിലയുള്ള മൊബൈൽ ഫോണുമായി കൈനീട്ടി വന്നവരെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രണയഭാവത്തെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. എന്റെ ദുആയിൽ ഞാൻ നിങ്ങളെ മറക്കൂല കേട്ടോ. പക്ഷെ നിങ്ങളുടെ മൊബൈൽ എനിക്ക് വേണ്ട, പക്ഷെ നിങ്ങളുടെ ഹൃദയ വായ്പ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അള്ളാന്റെ റസൂലിനോട് ആ സമ്പന്നനായ മനുഷ്യൻ പറഞ്ഞു, ഇല്ല നബിയേ, സ്വർഗത്തിലെ പനതരാമെന്ന് പറഞ്ഞപ്പോ വേണ്ട നബിയേ എന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. ഹബീബിന്റെ ഹളറത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അയാൾ. ഈ വാർത്ത മദീനയിലെ അങ്ങാടിയിൽ അറിഞ്ഞു. സഹാബത്താകെ ഞെട്ടിത്തരിച്ചു. റസൂലുള്ള സ്വർഗം വാഗ്ദാനം ചെയ്ത് വേണ്ട എന്ന് പറഞ്ഞിറങ്ങിപ്പോയി ഒരാൾ. ആരാണ് അയാൾ? മദീനത്തെ പള്ളിയിൽ പുണ്യനബിയുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചയാളാണ്, പിൻപറ്റിയയാളാണ്, അനുസരിച്ചയാളാണ്. അബൂദഹ്ദ എന്ന് പറയുന്ന സഹാബി ഓടി വന്നു പള്ളിയിലേക്ക്. ചരിത്രത്തിലെ ലെജൻഡാണ്, ഇസ്ലാമിക ചരിത്രത്തിന്റെ അദ്വിതീയ വ്യക്തിത്വമാണ് അബൂദഹ്ദ. ഓടി വന്നു. ഇത് വേറെ ആളാണ്, പാവപ്പെട്ട സഹാബി അബൂദുജാനയാണ്. പണക്കാരനായ ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ വന്നത് അബൂദഹ്ദയാണ്. ഞാൻ ക്ലിയർ ചെയ്തു പോകുന്നത് മറക്കാതിരിക്കാനാണ്. നിങ്ങൾ വേറെ ഒരാളോട് ഉദ്ധരിക്കുമ്പോ തെറ്റാതിരിക്കാനാ. അബൂദഹ്ദ റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചു, നബിയേ, നിങ്ങളിപ്പോ സ്വർഗത്തിൽ ഒരു പനയുടെ ഓഫർ ചെയ്തോ ഇവിടെ? ആ ഓഫർ ഇപ്പോഴും നിലവിലുണ്ടോ നബിയേ? ആ ഓഫർ അവസാനിച്ചോ നബിയേ? ഇല്ല, ഇപ്പോഴുമുണ്ട്. അബൂദഹ്ദയുടെ മുഖമങ്ങ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇറങ്ങി അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് ഓടി. സഹോദരാ, നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഇപ്പോഴൊരു മെസ്സേജ് വരികയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ റീചാർജ് പുതുക്കുകയാണെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് നിങ്ങൾ നെറ്റ് ആൻഡ് കോൾ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഈ സദസ്സിലുണ്ടാകൂല. ശരിയല്ലേ? ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം, ശരിയല്ലേ? എന്താ ഉണ്ടാത്ത? ശരി, ഞാൻ തന്നെ പ്രസംഗം നിർത്തി പോകില്ലേ? 10 കൊല്ലത്തിന് ഫ്രീ ആണ്. 12 മണിക്കൂർ റീചാർജ് ഞാനും ഉണ്ടാവില്ല, മൈക്കക്കാർ തീരെ ഉണ്ടാവില്ല, ലൈവ് കൊടുക്കുന്നവരുണ്ടാവില്ല, നിങ്ങളുണ്ടാവില്ല. പെണ്ണുങ്ങളൊക്കെ കസേര വലിച്ചെറിഞ്ഞ് ഓടും. 10 കൊല്ലത്തിനാണ് ഓഫറാണ്, ബമ്പർ ഓഫർ. അതിനേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള ഓഫറാണ് സ്വർഗത്തിലെ പന. എന്നിട്ട് മനുഷ്യൻ തരില്ല എന്ന് പറഞ്ഞു. അബൂദഹ്ദ ഇറങ്ങി ഓടി പണക്കാരന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, നിങ്ങളോട് റസൂലുള്ള ഒരു പന ചോദിച്ചോ? ഓ, നിങ്ങൾ കൊടുത്തില്ലേ? ഇല്ല. സ്വർഗത്തിൽ ഒരു പന തരാമെന്ന് മുത്തുനബി ഓഫർ നൽകിയോ? നൽകി. എന്താ കൊടുക്കാൻ? എനിക്കിഷ്ടമില്ല. അപ്പോൾ അബൂദഹ്ദ പറഞ്ഞു, സഹോദരാ സഹോദരാ സഹോദരാ, ആ പന കച്ചവടം ചെയ്യാനാണ് ഞാൻ വന്നത്, അത് വാങ്ങാനാണ് ഞാൻ വന്നത്. അപ്പൊ അയാൾ ചോദിച്ചു, എന്ത് വില തരും എന്ന്. കണ്ട, സ്വർഗത്തിലെ പന വേണോ എന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞ ധിക്കാരിയായ മനുഷ്യൻ ചോദിച്ചു, എന്ത് വില തരും? അബൂദഹ്ദ പറയുന്ന ഓഫർ കേട്ടോളൂ. റിയൽ എസ്റ്റേറ്റിലുള്ള ആളുകൾ ഈ സദസ്സിലില്ലേ, കച്ചവടക്കാരില്ലേ? ആ ഓഫർ കേട്ടോളൂ. അബൂദഹ്ദ പറയുകയാണ്, മനുഷ്യ,
മദീനത്തെ പള്ളിയുടെ സമീപമുള്ള എന്റെ തോട്ടമില്ലേ, ഈത്തപ്പനത്തോട്ടം, അത് മൊത്തമായി നിങ്ങൾക്ക് തരാം. ആ ഒരൊറ്റപ്പന നിങ്ങൾ എനിക്ക് തന്നാൽ മതി. ഹബീബേ, കായംകുളത്തെ ഹബീബുമാരെ, നിങ്ങൾ എന്തെങ്കിലും മദീനയിൽ പോകുമ്പോ അബൂദഹദയുടെ തോട്ടം എവിടെയായിരുന്നു എന്ന് ചോദിക്കേ, അമീറുമാരാ സ്ഥലം നിങ്ങളെ കാണിച്ചു തരും. അപ്പൊ ഓർക്കണേ, മദീനയിലെ സായാഹ്നങ്ങളിൽ തിത്തിരി പക്ഷികൾ വന്നിരിക്കുന്ന ഈന്തപനയോലകളുടെ ഹരിതചാമരമുള്ള നൂറുകണക്കിന് മൂത്തു പഴുത്തു നിൽക്കുന്ന പനകളുള്ള വിശാലമായ തോട്ടമായിരുന്നു അബൂദഹദയുടെ. ഒന്നല്ല രണ്ടല്ല നൂറല്ല, നൂറുകണക്കിന് പനയുള്ള തോട്ടം മൊത്തമായി ഞാൻ നിങ്ങൾക്ക് തരാ. ആ ഒരൊറ്റ പന, റസൂലുള്ള ചോദിച്ച പന, നിങ്ങൾ എനിക്ക് തരുമോ? ആ പണക്കാരൻ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണോ അബൂദഹദ? ഭ്രാന്താണോ നിങ്ങൾക്ക്? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒരു പനക്ക് പകരം ഒരു തോട്ടമോ? അതെ, എനിക്ക് ഭ്രാന്താണടാ. ആ തോട്ടം അങ്ങ് കച്ചവടം ചെയ്തു അബൂദഹദ. ഹബീബേ, 1001 രാവിലെ അറബി കഥയല്ല ബഷീർ പറയുന്നത്, 1000 രാത്രിയില് ഷഹ്സാദ രാജകുമാരിക്ക് പറഞ്ഞു കൊടുത്ത അറബി കഥയല്ല, അൽഫ് ലൈലയിലെ കഥയല്ല. മദീന സാക്ഷ്യം വഹിച്ച ചേതോഹരമായ സംഭവമാണ് പറയുന്നത്. അബൂദഹദ കച്ചവടം ചെയ്തു. എന്നിട്ട് അബൂദുജാന എന്ന പാവപ്പെട്ടയാളുടെ അടുത്ത് എന്ന് പറഞ്ഞു, അബൂദുജാന, സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓടുന്ന സഹാബി, നിങ്ങൾ ഇനി ഓടണ്ട. ആ പന ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട്, വില കൊടുത്തു വാങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഹദിയ നൽകുകയാണ്. അപ്പുറത്തെ പറമ്പിലാണെങ്കിലും നിങ്ങൾക്ക് ആ പന ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. മറ്റൊരു ചരിത്രത്തിൽ ആ പന ഇപ്പുറത്തേക്ക് വന്നുമെന്നുമുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ കേൾക്കണേ, പന വാങ്ങി കൊടുത്തു. എന്നിട്ട് ഓടി റസൂലുള്ളാന്റെ ഹദറത്തിലേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് ആഹ്ലാദത്തോടെ അബൂദഹദ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് ചോദിച്ച ഈന്തപ്പന മരം ഞാൻ വാങ്ങി നബിയേ. പന ഞാൻ അബൂദുജാനക്ക് കൊടുത്തു നബിയേ. ഇനി സ്വർഗത്തിലെ ഈന്തമരം ഇപ്പൊ എനിക്കല്ലേ നബിയേ. ഫലം യറുദ്ദഹു നബി സല്ലല്ലാഹു അലൈഹി, പുണ്യ നബി മറുപടി പറഞ്ഞില്ല. അബൂദഹദ ഞെട്ടി. മുന്നനബി മിണ്ടുന്നില്ല. രണ്ടാമതും അബൂദഹദ പറഞ്ഞു, നബിയേ, അങ്ങല്ലേ ഓഫർ നൽകിയത്, സ്വർഗത്തിൽ ഒരു ഈന്തമരമുണ്ടെന്ന്. ഞാൻ ആ മരം വാങ്ങി അബൂദുജാനക്ക് കൊടുത്തിട്ടുണ്ട് നബിയേ. ഇപ്പൊ ഓഫർ എനിക്കല്ലേ നബിയേ. ഫലം യറുദ്ദഹു നബി, പുണ്യനബി മിണ്ടുന്നില്ല. അബൂദഹദക്ക് സങ്കടമായി. അവിടെ നിന്ന് കരയാൻ തുടങ്ങി. തന്റെ തോട്ടം പോയ സങ്കടമല്ല, തന്റെ തോട്ടം പോയ സങ്കടമല്ല, ആയിരക്കണക്കിന് ദീനാർ വിലയുള്ള തോട്ടം പോയ സങ്കടമല്ല, സ്വർഗത്തിലെ മരം പോയോ എന്ന വേദനയില. മൂന്നാമത്തെ തവണ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂദഹദ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങല്ലേ പറഞ്ഞത് സ്വർഗത്തിൽ ഒരു മരം തരാമെന്ന്. ഞാനത് വാങ്ങി നബിയേ. ആ നേരം മുത്തുനബി ഒന്ന് പുഞ്ചിരിച്ചോ. പാതിരാവിൽ പാതി വിരിയുന്ന പാരിജാത പൂവിനെ പോലെ എന്റെ ഹബീബ് പുഞ്ചിരിച്ചു പറഞ്ഞു, മാ സാല ജിബ്രീൽ, ജിബ്രീൽ ഇപ്പൊ വന്നുപോയി. അബൂദഹദ, ഇപ്പൊ ജിബ്രീൽ വന്നുപോയി. സ്വർഗത്തിലെ പന, ആ ഓഫറില്ലേ, ആ പനയില്ല. അബൂദഹദ ഒന്ന് സ്റ്റക്കായി പോയി അബൂദഹദ. പിന്നെ നബി പറഞ്ഞു, അതല്ല അബൂദഹദ, നിങ്ങളുടെ കച്ചവടമില്ലേ, അത് അല്ലാഹു എന്നെ അറിയിച്ചു. നിങ്ങളുടെ ആത്മാർത്ഥത ആകാശത്ത് ചർച്ചയായി. നിങ്ങൾക്ക് പകരം എന്താണെന്നറിയോ? ആ ഒരു പനയല്ല, നാളെ സ്വർഗത്തിലെ ഒരു താഴ്വാര
ഭാരം മുഴുവൻ ഈ തപ്പനയുടെ തോട്ടം അങ്ങേക്ക് ഉണ്ട്. അബൂദഹദാ മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിലെ ഒരു തോട്ടം, ഒരു ഏരിയ മൊത്തം ഒരാൾക്ക് റിസർവ് ചെയ്യുന്ന ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ. കോടാനുകോടി സഹസ്ര ട്രില്യൺ ബില്യൺ കണക്കിന് ആദം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ സ്വർഗത്ത് കിടക്കുന്നവരിൽ ഒരു ഏരിയ റിസർവ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യനേ ഉള്ളൂ. ആ മനുഷ്യന്റെ പേരാണ് അബൂദഹദാ. ഇവിടെ 2-3 പോയിന്റ് ഉണ്ട്. ഒരു പോയിന്റ് ഞാൻ പറയാം. മൂപ്പരുടെ പേരെന്താ? നമ്മുടെ കമ്മിറ്റിക്കാരൻ മൂപ്പർക്ക് ഭയങ്കര സങ്കടം, കരയ. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. നിങ്ങളൊന്ന് വീട്ടിൽ പോയത് ആലോചിച്ച് നോക്കി. സ്വർഗത്തിൽ ഒരു ഏരിയ ഒരാൾക്ക് റിസർവഡ് ആണ്. ഒന്നാമത്തെ പോയിന്റ്, ആ പണക്കാരണ്ടല്ല, മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിച്ച ആളാണ്. അപ്പൊ പിൻപറ്റി. പക്ഷെ പ്രവാചകനോട് സ്നേഹം ഉണ്ടായില്ല. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചത് കൊടുക്കുമല്ലോ. നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കുന്ന 8 പോലെ. You can break into a fort, but not into heart. നിങ്ങൾക്കൊരു കോട്ടക്കകത്തേക്ക് അത് ക്രമിച്ച് കയറി ചെല്ലാൻ പറ്റില്ല, ബട്ട് നോട്ട് ഇൻ ടു ഹാർട്ട്. ഹൃദയത്തിലേക്ക് കയറാൻ അങ്ങനെ പറ്റില്ല. അത് പ്രണയം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പോയിന്റ് നമ്പർ 1. 2, ഞാൻ നിങ്ങളോടൊരു ബുദ്ധിപരമായ ചോദ്യം ചോദിക്കും. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ സൈലന്റ് ആയി കേട്ടല്ലോ. ഈ അബൂദഹദാ റളിയല്ലാഹു അൻഹു എന്തിനാണ് ഒരു തോട്ടം കൊടുത്തിട്ട് ഒരു പന വാങ്ങിയത്? എഴുന്നേറ്റ് നിന്നിട്ട് ആർക്കാ പറ്റോ പറഞ്ഞോളി. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം അങ്ങോട്ട് തരാം. കയ്യിലില്ല, ഞാൻ കമ്മിറ്റിക്കാരോട് മേടിച്ചു തരാം. എന്തിനാണ് ഒരു തോട്ടം കൊടുത്തിട്ട് ഒരു പന വാങ്ങിയത്? പറഞ്ഞോളൂ. തെറ്റിയാലും ശരിയായാലും പറഞ്ഞോളൂ. പറഞ്ഞ മോനെ. സ്വർഗത്തിൽ കയറാനുള്ള ആഗ്രഹം കൊണ്ട്. ഇതല്ലാത്ത 2 ഉത്തരമല്ലാത്ത വേറെ ഉത്തരാരത്തിലുണ്ടോ? സ്വർഗത്തിലെ പന്ന കിട്ടാൻ വേണ്ടി അല്ല. എന്റെ ചോദ്യം ഞാനൊന്ന് സ്പെസിഫിക് ആയി പറയാം. ആ പന വാങ്ങാൻ ഒരു തോട്ടം മൊത്തം കൊടുത്ത് സ്വർഗത്തിലെ പന കിട്ടാൻ വേണ്ടിയിട്ടില്ലേ? ഈ അബൂദുജാനക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലോ മൂപ്പര് അത് വാങ്ങിയത് അല്ലേ? അബൂദുജാനക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ? അല്ലേ മുഅ്മിനീങ്ങളെ? അല്ലേ? കൊടുത്തത് അബൂദുജാനക്കല്ലേ? നിങ്ങൾ മറുപടി പറഞ്ഞിട്ടേ ഞാൻ അപ്പുറത്തേക്ക് പോകുള്ളൂ. നിങ്ങൾ സാധാരണ 2 മണിക്കൂർ തട്ടുപൊലിപ്പം നോൺ സ്റ്റോപ്പ് പോയാലല്ലേ കിട്ടുന്നത്. ഇത് നിങ്ങൾ കൂടി പങ്കാളിത്തമുള്ള സംസ്ഥാനം. അബൂദുജാനയുടെ പട്ടിണി മാറ്റാൻ വേണ്ടിട്ടല്ലേ കൊടുത്തത് അല്ലേ? പറയൂ അല്ലേ? എങ്കിൽ ഈ തോട്ടം മൊത്തം അബൂദുജാനക്ക് കൊടുത്താ പോരെന്ന്. എന്തിനാ ആ വനമായി കൊടുത്തതാണ് എന്റെ ചോദ്യം. ഇപ്പൊ കറക്റ്റായി. ഇനി ഉത്തരം പറഞ്ഞോളൂ. പറഞ്ഞു അവിടുന്ന് പറഞ്ഞാലും മതി. മൂന്നാള് പറഞ്ഞതും ഉത്തരം ശരിയായിരുന്നു. പക്ഷെ ഇദ്ദേഹം പറഞ്ഞാണ് ഏറ്റവും കറക്റ്റായ ഉത്തരം. കാരണം ആ പനയാണ് റസൂലുള്ളാഹി ആഗ്രഹിച്ചത്. അബൂദുജാനയുടെ പട്ടിണി മാറ്റാൻ ഈ തോട്ടം കൊടുത്ത പോരെ? അല്ല, ഈ തോട്ടത്തിൽ ഒരു 10 കൊടുത്ത പോരെ? 5 കൊടുത്ത പോരെ? ആ പന തന്നെ തോട്ടം കൊടുത്തു വാങ്ങിയത് റസൂലുള്ളാഹി ആഗ്രഹിച്ചത് അതായിരുന്നു. ശരിയാണോ? പറയൂ, ശരിയാണോ? പ്രണയം എന്ന് പറയുന്നത് താൻ സ്നേഹിക്കപ്പെടുന്ന ആൾ ആഗ്രഹിച്ചത് കൊടുക്കുക. നമ്മൾ നബിയെ സ്നേഹിച്ചിട്ടുണ്ടോ? പരീക്ഷണം. ഞാൻ വെറുതെ ഒരു നേരത്തെ മൊബൈൽ പരീക്ഷണമായിട്ട് ഇപ്പൊ പറയാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു തെങ്ങ് നിങ്ങൾ എനിക്ക് തരണം, അല്ലെ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ മേടിക്കില്ല. എല്ലാവരും ഓഫർ ചെയ്യും. മർഹബക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ? ഞാൻ ചോദിക്കൂല. നിങ്ങൾ പേടിക്കണ്ട, ബേജാറാവൂല, പേടിക്കണ്ട. ഞാൻ ചോദിക്കണം. ഇവിടെയാണ് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടോ? നമ്മുടെ പിരിവിന് വേണ്ടി പറഞ്ഞോന്നല്ല കേട്ടോ. ഇതിന്റെ 2ാം പാർട്ടും 3ാം പാർട്ടും ഒക്കെ ആയിട്ട് പിന്നീട് പ്രസംഗിക്കണം. ഒരു ദിവസം അങ്ങനെ പറഞ്ഞു പോയാൽ അടുത്ത കൊല്ലാമത് മറക്കും. നാളെയും മറ്റൊന്നൊക്കെ അങ്ങനെ പറയണം.
ഇതൊരു 5-6 എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഹബീബിനെ ഇപ്പൊ കാണണം, എനിക്ക് മദീനത്ത് പോകണം എന്നൊരു ചിന്ത വരും. അള്ളാഹു നമുക്ക് കാണാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു കാണാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഹബീബിങ്ങളെ ബക്കറ്റ് വരില്ല. ഏതായാലും ഞാനിത് 15 മിനിറ്റ് നിർത്തും. ഇതൊരു കൺക്ലൂഷനിൽ എത്തിയിട്ട് ഇന്ന് കാണാനുള്ള ഒരു ആഗ്രഹത്തോടെ നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ ഇനി സദസ്സന്നാരും പോകണ്ട. 15 മിനിറ്റ് ഏതായാലും ഇത്ര നേരം ഇന്നലെ 15 മിനിറ്റ് ഇരുന്നാൽ നമ്മള് മർഹബ ചാരിറ്റബിൾ സൊസൈറ്റി ഹബീബിങ്ങളെ സഹോദരിമാരവിടെ എത്ര ആളുള്ളതെന്ന് എനിക്കറിയില്ല, കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവർ നിങ്ങൾ മനസ്സിൽ നല്ലൊരു നിയ്യത്ത് വെക്കുക. ഒന്ന് ഹജ്ജിനോ ഉംറക്കോ പോകണമെന്ന്. ഞാൻ ഓഫർ നൽകാൻ ഞാൻ റസൂലുള്ളാന്റെ ഏജന്റ് ഒന്നുമല്ല. നമുക്ക് ദുആ ചെയ്യാം നിങ്ങളുടെ മനസ്സിന്റെ തേട്ടം പോലെ. പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം ആരും ഹജ്ജിനും ഉംറക്കും പോയി. ഇനിയിപ്പോ പൈസ ഉണ്ടായാലും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കാണ് കാര്യം പോകുന്നത്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ തവക്കല്ല എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇപ്പൊ കുറച്ചുകൂടി സിസ്റ്റം മാറിയിട്ടുണ്ട് തോന്നുന്നു. ഇനി ഒരു പക്ഷെ 60 വയസ്സിൽ കൂടുതലുള്ളവർക്ക് പോകാൻ പറ്റാത്തൊരു സിസ്റ്റം വരാൻ പോകുന്നുണ്ട്. അള്ളാഹു കാക്കട്ടെ. 60 വയസ്സിൽ കൂടുതലുള്ളവർക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ എന്തൊക്കെയോ നിയമം വരും. അപ്പൊ നമ്മളൊന്ന് മനസ്സ് കരുതുക. നിങ്ങളുടെ ഇതുവരെ നടക്കാത്തൊരാഗ്രഹം മനസ്സ് കരുതുക. ഇതിങ്ങനെ നടക്കുമെന്നൊന്നും പറയാൻ ഞാനൊരു ആത്മീയ നേതാവോ ദുആ സമ്മേളനം നടത്തുന്ന ആളോ അങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന ഒരാളോ അല്ല. നമ്മുടെ മനസ്സിന്റെ തേട്ടം. പക്ഷെ ഒരുപാട് സദസ്സിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് പറഞ്ഞ സദസ്സിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ നമ്പർ ഇവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായാൽ 9447999337 നമ്മൾ വിളിച്ചിട്ട് ബഷീറെ സംഗതി കറക്റ്റാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ നിസാമിനോട് തന്നെ ചോദിച്ചാൽ നിസാം ആ ഗ്രൂപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ആളാണ്. ഒരു സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി നടന്നാൽ നിറവേറ്റിയാൽ അന്ത്യനാളിൽ ആരാരും സഹായിക്കാനില്ലാത്ത ഏകാന്ത ഭീകരമായ വിജനതയിൽ അള്ളാഹു അവനെ സഹായിക്കും. അതുകൊണ്ട് നടക്കാം. ഹബീബേ എന്ന് ഞാൻ പറയുന്നത് കേട്ടോളൂ. ആ മനുഷ്യൻ നോമ്പുകാരനായിരുന്നു. റമളാൻ മാസത്തിലായിരുന്നു. മസ്ജിദുൻ നബവിയിലായിരുന്നു. ഇഅ്തികാഫിലായിരുന്നു. ഖുർആൻ ഓതുകയായിരുന്നു. ആ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. അദ്ദേഹം നോമ്പുകാരനായിരുന്നു. അവസാനത്തെ 10 ആയിരുന്നു. 8 മഹത്വങ്ങൾ ഉള്ളത് ഉപേക്ഷിച്ചു അയാൾ. നമ്മളെന്താ കരുതി കുറെ ആരാധന ചെയ്യുക, സ്വർഗം അങ്ങോട്ട് തുറന്നു കിട്ടുന്നില്ല. ഇതൊക്കെ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു അന്ധവിശ്വാസമാണ്. ആരാധന ചെയ്യുക എന്നുള്ളതല്ല. ആരാധന ചെയ്യണം. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത, മനുഷ്യനോട് ബാധ്യതയില്ലാത്ത ഒരാളുടെയും ആരാധന അള്ളാഹുവിന് വേണ്ട. ഇത് ആരാധനയുടെ ഒരു സംഘാതമാണ് ഇസ്ലാം എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അന്യരോടുള്ള ബാധ്യത തീർക്കാത്തവന്റെ ഒരാരാധനയും അള്ളാഹു അക്സെപ്റ്റ് ചെയ്യുകയില്ല. നോക്കൂ, റമളാൻ മാസത്തിലെ മസ്ജിദുൻ നബവിയിലെ ഇത്തികാഫ് വെടിഞ്ഞ് ഖുർആനോത്ത് വെടിഞ്ഞ് വെള്ളിയാഴ്ച നോമ്പുകാരനായി അവസാനത്തെ 10 ഒഴിവാക്കിയിട്ട് ഒരു മനുഷ്യനെ ഒരു വാക്കുകൊണ്ട് സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു ആ മഹാനായ പണ്ഡിതനെങ്കിൽ മർഹബ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. തീർച്ചയായും അതിന്റെ പ്രതിഫലം നിങ്ങളുടെ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് എത്തിച്ചേരും. അസ്സദഖ റദ്ദുൽ ബലായ, ആപത്തുകളെ തടയപ്പെടും. നിങ്ങൾക്ക് നല്ല വിശ്വാസം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരു നിയ്യത്ത് വെച്ച് മദീനയെ മനസ്സിൽ വെച്ച് നിങ്ങൾ അവരെ സഹായിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സഹോദരിമാർക്ക് പറയാം, സഹോദരന്മാർക്ക്, സംഘാടകർ ആർക്കെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് ഇവർക്ക് ഒരു സംഖ്യ നൽകാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളെ. 5000 രൂപ കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും സദസ്സിലുണ്ട്? 5000 രൂപ ഇന്ന് കൊടുക്കണ്ട, ഒരു കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കൊടുത്തു തീർത്താൽ മതി. ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിലുണ്ട്. രോഗിയായി കിടക്കുന്നവർ, എനിക്ക് തോന്നുന്നു അവർക്ക് മെഡിക്കൽ എക്യുപ്മെന്റുകളൊക്കെ ഇവർ സൗജന്യമായി എത്തിക്കുന്ന ഒരു സിസ്റ്റം മർഹബ ആരംഭിക്കണം. ഇതിന് കീഴിപ്പുണ്ടോന്ന് എനിക്കറിയില്ല. വാട്ടർ ബെഡ്സ്, അതുപോലെ വീൽ ചെയർസ്, അതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു രോഗിക്ക് കൊണ്ടുപോയി കൊടുക്കുക. സ്വന്തമായിട്ടല്ല, അത് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരിക. അങ്ങനത്തെ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത് ഇന്ന് 3 വർഷമായിട്ടുള്ളെങ്കിൽ ഒരു 10 വർഷമൊക്കെ ആവുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനത്തിന്റെ അംഗീകാര മികവിൽ മർഹബ എത്തിച്ചേരും. അതിനപ്പുറം അള്ളാഹുവിന്റെ അംഗീകാരം കിട്ടുന്ന രീതിയിൽ അതിന്റെ സംഘാടകരും അങ്ങനെ പ്രവർത്തിക്കണം. അള്ളാഹു തൗഫീഖ്.
മാഷാ അല്ലാഹ്. നിസാം അല്ല, നിസാം അല്ല, എന്താ കമ്മിറ്റിക്കാരനല്ലേ? മുഅ്മിനീങ്ങളെ ആമീൻ പറയട്ടെ. കൊടുക്കാത്തവർക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പഠിച്ചവനെ, ഒരാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പറയാൻ പറഞ്ഞത്. റബ്ബേ നീയാണ് സാക്ഷി, ഞാൻ തുറന്നുകൊണ്ട് നടക്കില്ല. ഇതിൽ എവിടെയെങ്കിലും റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും, അദ്ദേഹത്തിന്റെ ആ ഉദ്ദേശത്തെ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. മദീനത്തെത്താനുള്ള സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്കും റസൂലുള്ളാഹിനെ കാണാനുള്ള തൗഫീഖ് നൽകണമേ തമ്പുരാനെ.